ഞാൻ ഒരിക്കലും നരേന്ദ്രമോദിയുമായി കൈകോർക്കില്ല. ദാരിദ്ര്യം പോയോ? പണപ്പെരുപ്പം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ടോ? കുടിയേറ്റം നിലച്ചോ ഇല്ലയോ? നിതീഷ് ജി, നിങ്ങൾക്ക് എവിടെ നിന്ന് പണം ലഭിക്കും? അച്ഛന്റെ പക്കൽ നിന്ന് പണം കിട്ടുമോ? ഞാൻ അവനോട് ക്ഷമിക്കില്ല. നമ്മൾ മരിക്കും, അപ്രത്യക്ഷമാകും, കുഴിച്ചിലും ബിജെപിയിലേക്ക് പോകില്ല. അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനല്ല. അത് ഉപേക്ഷിക്കാൻ ഞാൻ അവനെ ഉപദേശിക്കും. മതി. ഇപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസ്യതയില്ല. നിങ്ങൾ നോക്കുന്നത് കാണാൻ സന്തോഷമുണ്ട്, കാരണം നിങ്ങൾ വളരെ പ്രയാസകരമായ സമയത്തിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ എനിക്കുള്ള ഒരു ചോദ്യം, 34 വർഷമായി നിങ്ങൾ എല്ലാത്തരം ആരോപണങ്ങളും കേസുകളും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ബിജെപിയിൽ ചേർന്നിട്ടില്ല. നിങ്ങൾ ബിജെപിയിൽ ചേർന്നിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ കേസുകളും നിങ്ങൾ ഒരു സന്തോഷവാനായേനെ. നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ വശം മാറാത്തത്? എനിക്ക് എന്ത് സംഭവിച്ചാലും, എനിക്ക് എന്ത് ശിക്ഷ ലഭിച്ചാലും, ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തായാലും ഞാൻ ഒരിക്കലും ബിജെപിയുമായും നരേന്ദ്രമോദിയുമായും കൈകോർക്കില്ലെന്നും ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലെന്നും ഞാൻ തീരുമാനിച്ചു. ഞങ്ങൾ അവരെ നശിപ്പിക്കുകയും ചെയ്യും. എനിക്ക് അസുഖമുണ്ടെങ്കിലും എനിക്ക് സുഖമില്ല, ഞങ്ങൾ അവരെ തോൽപ്പിക്കും. എന്റെ മകൻ തേജസ്വി യാദവ് വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കടുത്ത ചൂടിൽ പോലും അദ്ദേഹം ദിവസവും 4 മുതൽ 5 വരെ റാലികളെ അഭിസംബോധന ചെയ്യുന്നു. അതിനാൽ ബീഹാറിൽ നിന്ന് നമുക്ക് നല്ല ഫലം ലഭിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ചേരാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചേരാത്തത്? എന്തുകൊണ്ട് മോദിയുമായി സഖ്യമുണ്ടാക്കരുത്? അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം വർഗീയനാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യം തകർന്നു. രാജ്യം ശിഥിലമാകുന്നതിന്റെ വക്കിലാണ്. അതുകയാണ്ടാണ്. ഞാൻ പല നേതാക്കൾക്കൊപ്പമുണ്ട്, ഒരുപാട് വലിയ ദേശീയ നേതാക്കൾക്കൊപ്പമുണ്ട്. ഞാൻ പ്രധാനമന്ത്രിമാരെ പോലും 2 പ്രധാനമന്ത്രിമാരാക്കിയിട്ടുണ്ട്. പക്ഷേ അവനെപ്പോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഈ രാജ്യം ഒരിക്കലും അദ്ദേഹത്തെ പിന്തുണയ്ക്കില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പ്രചാരണം നടത്തുന്നത് ഞാൻ കണ്ടു. അതിശയകരമായ പ്രതികരണം. ശരിക്കും ഞാൻ അതിശയോക്തിപരമല്ല. എല്ലാവരോടും ഞാൻ ഇത് പറയുന്നില്ല. ഞാൻ നല്ല പ്രതികരണം കാണുന്നു. പക്ഷേ നിങ്ങളുടെ പ്രതികരണം, ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ വന്യമാണ്. അപ്പോൾ അത് വോട്ടായി മാറില്ല. പിന്തുണ വോട്ടാക്കി മാറ്റാൻ പര്യാപ്തമായ ഒരു പാർട്ടി സംഘടന നിങ്ങൾക്കില്ലാത്തതുകൊണ്ടാണോ? കാരണം ശതമാനം വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് ആവേശവുമായി പൊരുത്തപ്പെടുന്നില്ല. ഈ ചൂടിലും ഈ സീസണിൽ തീർച്ചയായും ജനക്കൂട്ടം വരും. കാരണം നമ്മൾ എപ്പോഴും ഉന്നയിക്കുന്നത് ശരിയായ പ്രശ്നങ്ങൾ, കത്തുന്ന പ്രശ്നങ്ങൾ. ആളുകൾക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത്? തൊഴിലില്ലായ്മയാണ് പ്രധാന പ്രശ്നം. മോദിജിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആളുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് സർക്കാരിൽ നിന്ന് ഫലം വേണം. ബീഹാറിൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ടാൽ ഞങ്ങൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. അതുകൊണ്ട് ആളുകൾ ഞങ്ങൾ വെറും പാർട്ടി. പക്ഷേ തൊഴിൽ, അവർ ഏത് മതക്കാരായാലും വോട്ടർമാരായാലും ഏത് ജാതിയിൽ നിന്നുമായാലും 2020 അവർ എനിക്ക് ഭൂരിപക്ഷം തന്നു. 4-5 സീറ്റുകളിൽ ഞങ്ങൾക്കെതിരെ അന്യായമായ മാർഗങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദ്യമായി 2020 തിരഞ്ഞെടുപ്പിനിടെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവന്ന ഏതാണ്ട് 3 തവണ പത്രസമ്മേളനം നടത്തേണ്ടി വന്നു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ചതിക്കുന്നില്ല, ഞങ്ങൾ ന്യായമാണ്. അവരും വന്നു, ഞങ്ങൾ വോട്ടെണ്ണൽ നിർത്താം എന്ന് പറഞ്ഞു. അവർ വൈകുന്നേരം മുതൽ വോട്ടെണ്ണൽ നിർത്തി. പിന്നെ 10 മണി മുതൽ അവർ വീണ്ടും എണ്ണിത്തുടങ്ങി രാത്രിയിൽ. അപ്പോൾ അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ നിങ്ങൾ കണ്ടിരിക്കണം, ഇത്രയും സീറ്റുകൾ ഉണ്ടെന്ന്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ ആ സീറ്റുകളിൽ വിജയിച്ച ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയില്ല. ആത്യന്തികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് തീരുമാനമെടുത്താലും നമ്മൾ അത് സ്വീകരിക്കണം. അതിനാൽ ഞങ്ങൾ ഇത് മിക്കവാറും ഉണ്ടാക്കിയതായി നിങ്ങൾ കാണുകയാണെങ്കിൽ, ഞങ്ങൾക്ക് 115 ഉണ്ട്, നിങ്ങൾക്ക് 122ന്റെ ഭൂരിപക്ഷം വേണം. അതിനാൽ ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ജനക്കൂട്ടവും കൂടി. പിന്തുണ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ അല്ല, ബിജെപിയെ പോലെ ഒരു കേഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അല്ലെങ്കിൽ RSS. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ ശക്തികൾക്കെതിരെ പോരാടേണ്ടി വന്നാൽ നമ്മുടെ കേഡർ, ബൂത്ത് കമ്മിറ്റികൾ എന്നിവ ഉണ്ടാക്കണം. പ്രത്യേകിച്ചും സാമൂഹിക സമവാക്യങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. അതിനാൽ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നന്നായി ചെയ്തു. എന്നിട്ടും നിങ്ങൾക്ക് അത് ലോക്സഭയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാമോ, രാജ്യത്തുടനീളം ഞങ്ങൾ ഇത് കാണുന്നു. കർണാടകയിൽ പറയുക, പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ BJP. അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ സമയത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം കഴിഞ്ഞ തവണ വളരെ മോശമായിരുന്നു, നിങ്ങൾക്കറിയാം. അതായത് നിങ്ങൾക്ക് ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കിഷൻഗഞ്ചിലാണ്. നിങ്ങളുടെ സഖ്യം ഇത്തവണ കൂടുതൽ ശക്തമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിച്ചു. തെറ്റുകൾ നമ്മൾ പ്രചാരണം നടത്തേണ്ട രീതിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട വിഷയങ്ങളും. അതിനാൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇത്തവണയും ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയും പുറത്തിറക്കി. യുവാക്കൾക്ക് 1 കോടി തൊഴിൽ നൽകുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഇക്കാലത്ത് പാർട്ടി വോട്ട് മാത്രമല്ല, അവരുടെ വ്യക്തിപരമായ വോട്ടുമുള്ള ഒരു സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനാൽ സ്ഥാനാർത്ഥികളെ കണ്ടാൽ ഞങ്ങളുടെ പക്കലുള്ളത് ഞങ്ങൾ മുമ്പ് നൽകിയിരുന്നു. ഇപ്പോൾ അടിമുടി മാറ്റമുണ്ട്. നേരത്തെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവർ 20 വർഷവും 25 വർഷവും പോരാടുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പുതിയ ആളുകൾക്ക് നൽകി. ജനങ്ങൾ ഒരു മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ബീഹാറിൽ ജാതി സർവേ നടത്തി. ഇപ്പോൾ എല്ലാ രേഖകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിനാൽ അവരുടെ ശക്തിക്കനുസരിച്ച് പ്രാതിനിധ്യം നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ലാലുജി, ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ നന്നായി പ്രവർത്തിച്ചതുപോലെ ഈ തിരഞ്ഞെടുപ്പിൽ മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ചതായിരിക്കുമോ ഇത്തവണ? നിങ്ങൾ പ്രചാരണം നടത്തുമോ ഇല്ലയോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനില്ലായിരുന്നു, പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ഞാനിവിടെയുണ്ട്. പാർലമെന്റിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാജ്യത്തെ ജനങ്ങളും യുവാക്കളും കർഷകരും എല്ലാം നിലവിലെ സർക്കാർ വഞ്ചിച്ചതായി തോന്നുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4ഓ 5ഓ സീറ്റിൽ ചതിച്ച നിതീഷ് കുമാർ. അതിനാൽ നാം എല്ലാവരും ജാഗ്രതയോടെയും കരുതലോടെയുമാണ്. നിലവിലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പ്രചാരണത്തിനിറങ്ങും. ലാലുജി, നിങ്ങളും നിതീഷും തമ്മിൽ വഴക്കുണ്ടാകും. നിതീഷ് കുമാർ ഇപ്പോൾ നടന്ന് ഇവിടെ ഇരുന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് എന്ത് പറയും? ഞാൻ ഇപ്പോൾ ഇരിക്കുന്നിടത്താണ് ഉറങ്ങുന്നത്. പെട്ടെന്ന് നിതീഷ് കുമാർ ഇവിടെ വന്ന് എന്നെ ഉണർത്തും. അവൻ എന്നെ ഇങ്ങനെ പിടിക്കും. നിതീഷ് കുമാറിന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അദ്ദേഹത്തിന് അൽഷിമേഴ്സ് രോഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെഞ്ചിൽ കൈവച്ച് അവൻ പിടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നവാഡയിലെ ഒരു യോഗത്തിൽ അദ്ദേഹം 4000 സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞത് ഞാൻ കണ്ടു. എന്നിട്ട് ക്ഷമാപണം നടത്തി, സോറി 400 സീറ്റ്. എന്നാൽ അത് ആർക്കും സംഭവിക്കാം. എന്നാൽ അവൻ ഇപ്പോൾ അകത്തേക്ക് വന്നാൽ ഞാൻ നിതീഷിനെ കൊണ്ടുവരുമെങ്കിൽ നിങ്ങൾ അവനോട് എന്തു പറയും? അവൻ ഇവിടെ വന്നാൽ ഞാൻ അവനോട് ക്ഷമിക്കാൻ പോകുന്നില്ല. ഏതു മുഖത്തോടെ അവൻ ഇവിടെ വരും? അവൻ ഇന്ന് ഇവിടെ വന്നാൽ ഞാൻ അവനോട് ക്ഷമിക്കില്ല. കൂടാതെ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയും ചെയ്യും. വീട്ടിൽ വന്നാൽ പിന്നെ തനിയെ പോകാം. നിങ്ങൾ അവനെ എന്തെങ്കിലും ഓർമ്മിപ്പിക്കുമോ? അതെ, ഞാൻ അവനെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. നിങ്ങൾ അവനെ എന്ത് ഓർമ്മപ്പെടുത്തും? പലതും അവനെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ നിതീഷിനൊപ്പം പ്രവർത്തിച്ചു. അദ്ദേഹം ഇപ്പോൾ വന്നാൽ നിങ്ങൾ എന്ത് പറയും? അവൻ മാറിയതിൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടോ? ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു ചായ നൽകും. കൈകൾ കൂപ്പി ഞാൻ നമസ്തേ പറയും. നിങ്ങൾ അവനോടൊപ്പം ചേരില്ലേ? അതോ നിങ്ങളോട് ചേരാൻ അവനോട് ആവശ്യപ്പെടണം? നോക്കൂ, അത് എന്തായാലും 2017 നമ്മളെ കൈവിട്ടുവെന്നറിഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ 2ാം തവണയും വീണ്ടും മുഖ്യമന്ത്രിയാക്കുകയും മാപ്പ് പറയുകയും ഞാൻ ഒരിക്കലും ബിജെപിയിൽ ചേരില്ലെന്ന് പറയുകയും ചെയ്തു. ലാലുജി പറഞ്ഞതുപോലെ നമ്മൾ മരിക്കും, അപ്രത്യക്ഷമാകും, കുഴിച്ചുമൂടപ്പെടും, ബിജെപിയിലേക്ക് പോകില്ല. അതിനാൽ ഇപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസ്യതയില്ല. അവനെ കൊണ്ടുപോയാൽ അത് നമുക്കും നമ്മുടെ വോട്ടർമാരെയും നിരാശരാക്കും. അങ്ങനെ തിരിച്ചു വന്നാൽ അദ്ദേഹത്തെ വീണ്ടും നമ്മുടെ കൂട്ടുകെട്ടിലെടുക്കുക എന്നത് ഞങ്ങൾക്ക് പ്രശ്നമാകും. അതിനാൽ പ്രത്യയശാസ്ത്രപരമായും അദ്ദേഹം ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കണം. എന്ത് പ്രത്യയശാസ്ത്രമാണ്, എന്ത് ധാരണയാണ് അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കുന്നത്? അതിനാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. കാലത്തിനനുസരിച്ച് മനുഷ്യരും മാറ്റം കൊണ്ടുവരണം. എന്നാൽ നിതീഷ് ജി, അദ്ദേഹത്തിനുണ്ടായിരുന്ന പേര്, അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ നിങ്ങൾ ആദ്യം മൂടിവെച്ചിരിക്കണം. നിങ്ങൾ ഇപ്പോൾ അവനെ കണ്ടു. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയിൽ പൂർണ്ണമായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ആളുകൾ അവനെ കാര്യമായി എടുക്കുന്നില്ല. ഇപ്പോൾ ആളുകൾക്ക് അവനെ ബോറടിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ പോസ്റ്റിൽ അവനെ കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം, അടിസ്ഥാന യാഥാർത്ഥ്യം. അതിനാൽ ഇപ്പോൾ അവൻ വന്നാൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കും. ഞാൻ അവനെ എന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. പക്ഷേ അവൻ എന്റെ അച്ഛനോടൊപ്പം ജോലി ചെയ്തതിനാൽ എന്റെ അച്ഛനുമായുള്ള ബന്ധത്തിന് വേണ്ടി മാത്രം. പിന്നെ അവൻ എപ്പോഴും പറയാറുണ്ട് താനാണ് അമ്മജനെന്ന്. അതിനാൽ എനിക്ക് അദ്ദേഹം ഒരു അമ്മാവനാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യും. എന്നാൽ പാർട്ടി നേതാവ് എന്ന നിലയിൽ ഇല്ല. അവനുമായി കൈകോർക്കില്ല. കഴിഞ്ഞ 2ഉം 3ഉം തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അദ്ദേഹം ഇരുവശത്തും പോരാടിയിട്ടുണ്ട്. അദ്ദേഹത്തിനും BJPക്കും ആകെ 45% വോട്ടുണ്ട്. നിങ്ങളോടുള്ള എന്റെ ചോദ്യം അല്പം വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് ശരിക്കും ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അത് നിങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചു?
നിങ്ങളെ മികച്ച രാഷ്ട്രീയക്കാരനും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യതയും നൽകുന്ന പാഠങ്ങൾ അത് നിങ്ങളെ പഠിപ്പിച്ചു. ഒരു വർഷത്തിലേറെ ഉപമുഖ്യമന്ത്രിയായി താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. 17 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെയും 18 മാസം അവിടെ ഉണ്ടായിരുന്നു. അതിനാൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു. ആരിൽ നിന്നും ആശയങ്ങൾ എടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തം ചിന്താഗതിയുണ്ട്. സാങ്കേതികവിദ്യ അവന് മനസ്സിലാവുന്നില്ല. ഫോണിൽ ആരെയെങ്കിലും കണ്ടാൽ അയാൾ ചീത്ത വിളിക്കും. നിങ്ങൾ എന്തിനാണ് ഫോണിൽ? ലോകം അവസാനിക്കും. എല്ലാവരും ഫോണിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ജെഡിയുവിന് ഭാവിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാർട്ടി ജെഡിയുവിൽ നിന്നുള്ളവർ ഒന്നുകിൽ ബിജെപിയിലോ ആർജെഡിയിലോ ചേരും. അവർക്ക് ഭാവിയില്ല. കൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തത്, ഞാൻ മുഖ്യമന്ത്രിയായാൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന്. ആ സമയത്ത് നിതീഷ്ജി നിങ്ങൾക്ക് എവിടെ നിന്ന് പണം ലഭിക്കും? അച്ഛന്റെ പക്കൽ നിന്ന് പണം കിട്ടുമോ? അത് സാധ്യമല്ല. പക്ഷേ ഞാൻ ഉപമുഖ്യമന്ത്രിയായപ്പോൾ അതായിരുന്നു അവസ്ഥ. ആളുകൾ എന്നോട് ചോദിക്കും, മാധ്യമങ്ങൾ എന്നോട് ചോദിക്കും, ഇപ്പോൾ ഞാൻ സർക്കാരിലാണ്, ഞാൻ എന്ത് പറയും? അങ്ങനെയെങ്കിൽ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ 10 ലക്ഷം സർക്കാർ ജോലിയും 10 ലക്ഷം തൊഴിലും നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് നിങ്ങൾ കണ്ടു. അത് ആരുടെ ആശയമായിരുന്നു? ആരാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്? 17 മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ 5 ലക്ഷം പേർക്ക് സർക്കാർ ജോലി നൽകി. നരേന്ദ്രമോദിജിയും ഇത്രയധികം ജോലി നൽകിയിട്ടുണ്ടാകില്ല. മറ്റൊരു സംസ്ഥാന സർക്കാരുമില്ല. അതിനാൽ ഇത് ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല. ഞങ്ങൾ ഒരു IT നയം ഉണ്ടാക്കി. ഞങ്ങൾ ഒരു ടൂറിസം നയം ഉണ്ടാക്കി. നിക്ഷേപകരിൽ നിന്ന് ഞങ്ങൾക്ക് ധാരണാപത്രം ലഭിച്ചു. ബീഹാറിന് 15,000 കോടി രൂപ. ആദ്യമായി ഞങ്ങൾ ഒരു കായിക നയം ഉണ്ടാക്കി. അതുകൊണ്ട് കളിക്കാർ ആർക്കെങ്കിലും മെഡൽ ലഭിക്കും. ഒരു മെഡൽ കൊണ്ടുവരിക, ജോലി നേടുക. കൂടാതെ ഏറ്റവും ഉയർന്ന റാങ്ക് DSP തലമാണ്. അതിനാൽ ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ചു. ഞാൻ പുതിയ ആശയങ്ങളിലൂടെ കടന്നുപോകുകയായിരുന്നു. പിന്നെ അയാൾക്ക് അത് ഇഷ്ടമായിരിക്കില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. രാജിക്ക് ശേഷം ഗവർണർ ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ താൻ ക്രെഡിറ്റ് എടുക്കുകയായിരുന്നു. പക്ഷേ എല്ലാ സമയത്തും ഞാൻ അദ്ദേഹത്തിന് ബഹുമാനം നൽകി. കൂടാതെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ക്രെഡിറ്റ് നൽകുകയായിരുന്നു. ആളുകൾക്ക് നിയമന കത്ത് നൽകുമ്പോൾ എന്റെ എല്ലാ പ്രസംഗങ്ങളും നിങ്ങൾ കാണുമെങ്കിൽ. പക്ഷേ എനിക്കറിയില്ല, ചില ആളുകളുണ്ട്. നിതീഷ്ജിയെ മുഖമുദ്രയാക്കി ആരാണ് പിന്നിൽ നിന്ന് തങ്ങളുടെ ജോലി ചെയ്യുന്നത് എന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ അവനെ ഉപയോഗിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ അവരുടെ പേര് പറയില്ല. ബീഹാറിൽ എല്ലാ ബീഹാരികൾക്കും അറിയാം. ജെഡിയുവിൽ നിന്ന് നിരവധി നേതാക്കൾ നിതീഷ്ജിയോട് സംസാരിക്കുകയും പറയുകയും വേണം. പക്ഷേ അത് വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അവർ പാർട്ടിയെ നശിപ്പിക്കുകയും നിതീഷ് കുമാർജിയുടെ പ്രതിച്ഛായയുമായി കളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അത് നിരസിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ തെക്കുപടിഞ്ഞാറൻ മേഖലയിൽ നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവിടെയാണോ ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങൾ ശ്രദ്ധ നേടുന്നത്? നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണോ അത്? ആദ്യഘട്ടത്തിൽ ഞങ്ങൾ വളരെ നന്നായി ചെയ്തു. കൂടാതെ രണ്ടാം ഘട്ടം 50-50 ആയിരുന്നു. കൂടാതെ മൂന്നാമത്തേത് വളരെ മോശമായിരുന്നു. മൂന്നാമത്തേത് കോസി, സീമാഞ്ചൽ പ്രദേശങ്ങൾ, മഗധ് ഞങ്ങൾ വൃത്തിയാക്കി. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ വളരെ നന്നായി ചെയ്തു. കൂടാതെ രണ്ടാം ഘട്ടം 50-50 ആയിരുന്നു. കൂടാതെ മൂന്നാമത്തേത് വളരെ മോശമായിരുന്നു. മൂന്നാമത്തേത് കോസി, സീമാഞ്ചൽ പ്രദേശങ്ങൾ, മഗധ് ഞങ്ങൾ വൃത്തിയാക്കി. അതിനാൽ ചില പോക്കറ്റുകളിൽ ഞങ്ങൾ വളരെ കാലമായി തിരഞ്ഞെടുപ്പിൽ പോരാടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കേഡർ വളരെ ദുർബലമായത്. ഒപ്പം കാരണം സഖ്യമുണ്ടാക്കാൻ നിങ്ങളുടെ ടിക്കറ്റുകൾ പങ്കിടേണ്ടതുണ്ട്. എന്തെങ്കിലും കൊടുക്കണം. അതിനാൽ ഞങ്ങളുടെ പാർട്ടി ആ മേഖലകളിൽ അല്പം ചിലത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് മിക്കവാറും ന്യൂനപക്ഷ മേഖലയായിരുന്നു. കൂടാതെ ന്യൂനപക്ഷ മേഖലയിൽ കോൺഗ്രസ് ശരിക്കും അവിടെ നിന്ന് പോരാടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നിട്ടും ഇത്തവണയും ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെറിയ പരീക്ഷണം നടത്തി. ചമ്പാരൻ പക്ഷം കോൺഗ്രസിലേക്ക് പോകും. ഇവിടെ സീമാഞ്ചൽ, കോശി കൂടുതലും കോൺഗ്രസിലേക്ക് പോകും. അതിനാൽ ഇത്തവണ ഞങ്ങൾ ഒരു ബാലൻസ് ഉണ്ടാക്കി. ഒപ്പം ഞങ്ങൾ വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കൂടാതെ ഞങ്ങളും വർക്കൗട്ട് ചെയ്തു. പക്ഷേ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് താങ്കളോട് അസ്വസ്ഥതയില്ലേ? കൂടാതെ യഥാർത്ഥത്തിൽ ഇവിടെ നിലം നൽകിയിട്ടുണ്ടോ? ഇല്ല. നോക്കൂ, എല്ലാ പാർട്ടികൾക്കും അവരവരുടെ അവകാശമുണ്ട്, അല്ലേ? അവർക്ക് സീറ്റുകളും അവർ ആഗ്രഹിക്കുന്ന മികച്ച സീറ്റുകളും വേണം. അതിനാൽ ഞങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ ഒന്നുമല്ല. പക്ഷേ വിജയസാധ്യതയുള്ള ഒരു ഘടകത്തിൽ ടിക്കറ്റുകൾ ശരിക്കും കാണുകയും വിഭജിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമയാണ്. മോദിജി എന്ത് ഉപദേശമാണ് നിങ്ങൾ നൽകുന്നത്? ലാലുജി നിങ്ങളോട് ഉപദേശം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് ഉപേക്ഷിക്കാൻ ഞാൻ അവനെ ഉപദേശിക്കും. മതി. നിങ്ങൾ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു. നിങ്ങൾ ധാരാളം നുണകൾ പറഞ്ഞു. നിരവധി ആളുകളെയും ന്യൂനപക്ഷങ്ങളെയും നേതാക്കളെയും കൊന്നു.
അടുത്തിടെ ന്യൂനപക്ഷ നേതാവ് അൻസാരി വിഷം കഴിച്ചിരുന്നു. കൊലപാതകം, ജയിൽ, ഇടി, കോടതി കേസുകൾ എന്നിവയിലൂടെ ആളുകൾ എങ്ങനെ കുടുങ്ങിപ്പോകുകയോ തടയപ്പെടുകയോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ കഴിയും. അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു മാർഗവുമില്ല. അതിനാൽ ദയവായി പോകൂ. നിങ്ങൾ ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു യാഥാർത്ഥ്യ പ്രവചനം നടത്തണമെങ്കിൽ ബീഹാറിലെ രംഗം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? ബീഹാറിൽ വളരെ ശോഭനമായ ഒരു രംഗം എനിക്ക് കാണാൻ കഴിയും. ദയവായി നമ്പറുകൾ വ്യക്തമാക്കുക. സംഖ്യ എന്നാൽ നമ്മൾ ഇവിടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ്. ഒപ്പം ജനങ്ങളും തയ്യാറാണ്. ഞങ്ങൾ നടത്തിയ റാലി, തേജസ്വി ജിയുടെ റാലി നടക്കുന്നു, പ്രചാരണം നടക്കുന്നു. ആളുകൾ വളരെ ബുദ്ധിമാനും മിടുക്കരുമാണ്. ബിജെപിയെക്കുറിച്ചും അതിന്റെ രൂപകൽപ്പനയെക്കുറിച്ചും അവർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ സമയം പോയി. ബീഹാറിന്റെ ഭാവി ശോഭനമാണ്. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഞങ്ങൾ ഇവിടെ ശക്തമായ നിലയിലാണ്. അപ്പോൾ ലാലുജി, രാമക്ഷേത്രം കൊണ്ട് ബി.ജെ.പിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ഇല്ല, എല്ലാവരും റാം റഹീമിൽ വിശ്വസിക്കുന്നു. അവരല്ല രാമക്ഷേത്രം പണിതത്. സുപ്രീം കോടതി വിധി പ്രകാരമാണ് ക്ഷേത്രം നിർമ്മിച്ചത്. സുപ്രീം കോടതി. ഈ തിരഞ്ഞെടുപ്പിൽ ക്ഷേത്ര രാഷ്ട്രീയം പ്രവർത്തിക്കില്ല. അവർ സ്വയം സ്ഥാപിക്കാൻ രാമനെ പ്രതിഷ്ഠിക്കുന്നു. എല്ലാവരും റാം റഹീമിൽ വിശ്വസിക്കുന്നു. നിന്റെ പേര് അല്ലാഹു, നിന്റെ പേര് ഈശ്വരൻ. കർത്താവേ, എല്ലാവരെയും സമചിത്തതയോടെ അനുഗ്രഹിക്കണമേ. അതിനാൽ അവർ അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അവർ നോൺ വെജിറ്റേറിയനിസത്തിന്റെ വിഷയം എടുത്തിട്ടുണ്ട്. എവിടെ നിന്നെങ്കിലും വോട്ട് കിട്ടാൻ അവർ എന്തിനെക്കുറിച്ചോ മറ്റോ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ തവണ ഇതും ഞാൻ നിങ്ങളോട് ചോദിക്കും. പുൽവാമ ഒരു വലിയ കാര്യമായിരുന്നു. അയോധ്യ പുൽവാമ പോലെ വലുതാകുമോ? പകുതി വലുതോ അല്ലയോ? നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വോട്ടർക്കായി പുൽവാമയെ അയോധ്യയുമായി താരതമ്യം ചെയ്യുക. ഇല്ല, പുൽവാമ മറ്റൊരു കാര്യമായിരുന്നു. പുൽവാമയെ ക്ഷേത്രവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. പുൽവാമ ആക്രമണ സമയത്ത് രാജ്യത്തെ ജനങ്ങളുടെ വികാരം നമ്മുടെ സൈനികർക്കൊപ്പമായിരുന്നു. പട്ടാളക്കാർ പ്രതികാരം ചെയ്തു. മോദി പോയി യുദ്ധം ചെയ്തില്ല, രാജ്യത്തെ സൈനികർ ചെന്ന് അവരെ ആക്രമിച്ചു. ക്രോണോയെ പലപ്പോഴും പറയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആളുകൾക്ക് പാർട്ടികൾ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല, കാരണം അത് ആരും നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ബീഹാറി വോട്ടറെ ചലിപ്പിക്കുന്ന മറ്റ് എന്തെല്ലാം വിഷയങ്ങളുണ്ട്? ഞങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഞങ്ങൾ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. നിങ്ങളുടെ ഗ്രാമങ്ങൾ വികസിക്കാത്തിടത്തോളം രാജ്യത്തിന് വികസിച്ച് മുന്നോട്ട് പോകാനാവില്ല. നിങ്ങളുടെ ഗ്രാമത്തിന് വേണ്ടി അവർ എന്താണ് ചെയ്തത്? അവർ നൽകി. ബീഹാർ എൻഡിഎക്കാർക്ക് 39 എംപിമാരെ നൽകി. 10 വർഷമായി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. 17 വർഷമായി ബീഹാറിൽ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ ഉണ്ട്. 15 വർഷമായി അവരുടെ MP, അവരുടെ പ്രാദേശിക MLA-മാരുണ്ട്. ആ മുതൽ സെഡ് വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ സജ്ജീകരണം അവർക്കുണ്ട്. ഞാൻ പോയി ആളുകളോട് ചോദിക്കുന്നു, ദാരിദ്ര്യം പോയോ? പണപ്പെരുപ്പം കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ടോ? കുടിയേറ്റം നിലച്ചോ ഇല്ലയോ? കർഷകരുടെ വരുമാനം 2022 ഇരട്ടിയാക്കുമെന്ന് മോദിജി വാഗ്ദാനം ചെയ്തിരുന്നു. എല്ലാവർക്കും ഒരു സ്ഥിരം വീട് പണിയുക. അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ അത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം. ഞങ്ങൾ നേതാക്കളാണ്. ആളുകളെ മനസ്സിലാക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ്. എന്നാൽ BJP വളരെ ബുദ്ധിപരമായാണ് കളിക്കുന്നത്. അവർ യഥാർത്ഥ വിഷയങ്ങളിൽ സംസാരിക്കില്ല. പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാൻ അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ മാധ്യമവും അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന കാലത്ത് മാധ്യമങ്ങൾ ഇങ്ങനെയായിരുന്നില്ല. അവർ ന്യായമല്ല. അവർ സർക്കാരിനോടും മന്ത്രിമാരോടും ചോദ്യങ്ങൾ ചോദിക്കണം. അവർ പ്രതിപക്ഷത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എതിർപ്പിൽ ചെറിയതെന്തും കണ്ടാൽ വലിയ എന്തെങ്കിലും കണ്ടെത്തിയതുപോലെ അവർ അതിനെ ഫ്രെയിം ചെയ്യും. എന്നാൽ മഹാരാഷ്ട്രയിലെ അസമിൽ സംഭവിച്ചതുപോലെ തന്നെ 70,000 കോടിയുടെ അഴിമതിയാണ് നടന്നതെന്നും അവർ ആദർശ അഴിമതി നടത്തിയെന്നും മോദിജി തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാറുണ്ടായിരുന്നു. പക്ഷേ അസം മുഖ്യമന്ത്രി, ബീഹാർ ഉപമുഖ്യമന്ത്രി എന്നിങ്ങനെയുള്ളവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുകയാണ്. അതിനാൽ പ്രധാനമായും അവർ സാങ്കേതിക വിദ്യകളുമായി വളരെ സമർത്ഥമായി കളിക്കുന്നു. അവർക്ക് പണമുണ്ട്, അവർക്ക് മാധ്യമങ്ങളുണ്ട്. അതിനാൽ ആളുകളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കൂടുതൽ ശക്തികളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരുമിക്കില്ല. ഇല്ലാതാകും വരെ മാധ്യമങ്ങൾ ന്യായമായ പങ്ക് വഹിക്കണം. ഭരണഘടനാ സ്ഥാപനം നീതി പുലർത്തുന്നത് വരെ. കാരണം ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളെയോ ഭരണഘടനാ സ്ഥാപനങ്ങളെയോ കണ്ടാൽ നമ്മൾ BJPയെ പോലെയാണ് കാണുന്നത്. BJP എന്ത് തീരുമാനമെടുത്താലും അവർ അത് ചെയ്യും.
മോദിജി സന്തോഷിക്കും. അതിനാൽ ഞങ്ങൾ ഒരു പ്രയാസകരമായ സമയത്തിലൂടെയാണ് ഓതുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ വോട്ട് ചെയ്യണം. ആശുപത്രികൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസം നൽകുക, ആരോഗ്യം നൽകുക, തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ ജോലി. അവർ എന്ത് കഴിക്കും, എന്ത് ധരിക്കും എന്നൊന്നും പറയുന്നില്ല. അതിനാൽ ഇതാണ് യഥാർത്ഥ കാര്യം. അതുകൊണ്ട് എല്ലായിടത്തും മോദിജി പുടിനെ പകർത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ മോദിജിക്ക് ഇന്ത്യയ്ക്ക് പുറത്ത് വളരെ നല്ല പ്രതിച്ഛായ ഉള്ളതുപോലെ BJP സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് പകരം യഥാർത്ഥ പ്രാദേശിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തിൽ ഇന്ത്യയ്ക്ക് പ്രാധാന്യമുണ്ട്. മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയുടെ ഭൂപടം അറ്റ്ലസിൽ വരച്ചത്. നേരത്തെ അത് ഇല്ലായിരുന്നു. കൂടാതെ രാജ്യം മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നത്? ഗ്രാമങ്ങളിലൂടെയാണ്. നാടിന്റെ ആത്മാവ് ഗ്രാമത്തിലാണ്. ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. അതിനാൽ ഞങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. ലാലുജി, 1977 നിങ്ങൾ ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ഇന്ത്യൻ സഖ്യത്തിലാണ്. അപ്പോൾ ജനതാ പാർട്ടിയുടെ കാലത്തെ പോലെ ഒരു തരംഗം ഇന്നുണ്ടോ? അതോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സീറ്റുകൾ നേടുക എന്ന ആശയം മാത്രമുള്ള സഖ്യമോ? അത് അന്നത്തെ സ്വീപ്പ് പോലെ ആയിരിക്കില്ല. ഒരു തരംഗമായി കരുതുക. ഇത് ഇന്ത്യയുടെ തരംഗമാണ്. എന്നാൽ നമ്മൾ ഭിന്നിച്ചിരിക്കുന്നതുപോലെ തോന്നുമെങ്കിലും നമ്മൾ ഒന്നാണ്. തരംഗം നമ്മുടേതാണ്. ഇന്നത്തെ കാലത്തെ പ്രശ്നങ്ങൾ 1977 ഗുരുതരമാണ്. നേതാക്കൾ അങ്ങനെ വിശ്വസിക്കില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾ, വോട്ടർമാർ, ഈ വിഷയങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ ഇത്തവണ ഞങ്ങൾ വിജയിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യും. പൊതുജനങ്ങൾക്ക് ഈ സർക്കാരിനോട് ദേഷ്യമുണ്ടോ? പൊതുജനം വളരെ രോഷാകുലരാണ്. കബളിപ്പിക്കപ്പെട്ട ശേഷം ഇത്തരമൊരു മനുഷ്യന് അധികാരം നൽകാനുള്ള തീരുമാനത്തിൽ രാജ്യത്തെ ജനങ്ങൾ വളരെ രോഷവും ഖേദവും പശ്ചാത്താപവുമാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം ഒന്നും പരിഹരിച്ചിട്ടില്ല. നമ്മുടെ രാജ്യം തകരുന്നതിന്റെ വക്കിലാണ്. അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അതിനെ ഒന്നിപ്പിക്കണം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരണം. ഞങ്ങൾ അത് ചെയ്യും. ലാലുജി, നിങ്ങൾ ഇന്ത്യയിൽ ഇത്രയും വലിയ നേതാവാണ്. അതും വർഷങ്ങളായി. എന്നോട് പറയൂ, നിങ്ങൾ തേജസ്വിയെ എന്താണ് പഠിപ്പിച്ചത്? നിങ്ങൾ അവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ അച്ഛൻ എന്താണ് ഉള്ളതെന്ന് എന്നോട് പറയുക. നിങ്ങളുടെ അച്ഛനിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? ഞാൻ തേജസ്വിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു. സ്വതന്ത്ര കൈ. പിന്നെ ഒരിക്കലും അവനെ പരിമിതപ്പെടുത്തിയിട്ടില്ല. അവന്റെ തീരുമാനങ്ങളെ ഞാൻ ഒരിക്കലും വെല്ലുവിളിച്ചിട്ടില്ല. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളുമായി ഞാൻ സഹകരിക്കും. ഞാനൊരിക്കലും അദ്ദേഹത്തോട് വിയോജിച്ചിട്ടില്ല. തേജസ്വി നന്നായി പ്രവർത്തിക്കുന്നു. ഈ വസ്തുതയിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. എന്നാൽ ചെറിയ കുട്ടികൾ വൈരുദ്ധ്യമായിരിക്കണം, അല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ തേജസ്വിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നന്നായി അഭിനയിക്കുന്നുണ്ട്. നല്ലത്. ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം നല്ലതാണ്. നോക്കൂ, ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ചെറുപ്പക്കാർ നമ്മളെക്കാൾ മികച്ചവരാണ്, അല്ലേ? നിങ്ങളുടെ അച്ഛനിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുക. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതെ, അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ എന്തുകൊണ്ട് എനിക്ക് സഹിച്ചുകൂടാ? എനിക്കും ധാരാളം കേസുകളുണ്ട്. രാഷ്ട്രീയത്തിൽ വന്നാൽ കേസൊന്നും കിട്ടില്ലെന്ന് ആദ്യം കരുതി. പിന്നെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചു. കുട്ടിക്കാലം മുതൽ ഞാൻ സാമൂഹികമായും രാഷ്ട്രീയമായും ശരിക്കും ബോധവാനായിരുന്നു. പിന്നെ ആളുകൾ എന്റെ അച്ഛനെ ഒരു നേതാവിനെ പോലെ നോക്കിക്കാണുന്ന രീതി. അച്ഛനെ പോലെ ഞാനും അവനെ കൂടുതൽ നോക്കി. പക്ഷേ ഒരു നേതാവായി ഞാൻ അവനെ കണ്ടു. കൂടാതെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞങ്ങൾക്ക് ഒരു കാര്യം തരൂ, വലിയ കാര്യം. കുട്ടിക്കാലം മുതൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അവൻ പൂർണ്ണമായും വികാരാധീനനും ജനങ്ങളോട് അർപ്പണബോധമുള്ളവനുമാണ്. ഞാൻ ഒരിക്കലും അവനോടൊപ്പം ചെലവഴിക്കാത്ത സമയം അവൻ പാവപ്പെട്ട ആളുകൾക്ക് മുഴുവൻ സമയവും നൽകാറുണ്ടായിരുന്നു. ഇപ്പോഴും ലാലുജിയുടെ ശക്തി ജനങ്ങളാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അവൻ അസുഖമുള്ള സമയമത്രയും അവൻ അത്ര സുഖമല്ല. പക്ഷേ അവൻ പുറത്ത് ഇരിക്കും, ഗേറ്റുകൾ തുറന്നിരിക്കും. അവനെ കാണാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ വരുന്നവനായാലും ആരായാലും, അവൻ എല്ലാവരെയും കണ്ടുമുട്ടുന്നു. ഏറ്റവും നല്ല ഭാഗം, ലാലുജി പ്രതികാരം ചെയ്യുന്നതല്ല. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയം കണ്ടാൽ വെറുപ്പാണ്. അടൽജിക്ക് എന്റെ അച്ഛനുമായി വളരെ നല്ല ബന്ധമായിരുന്നു. ആ കാലം വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ വളരെയധികം വിദ്വേഷം അവർ പ്രചരിപ്പിച്ചു. ആരെങ്കിലും രാവിലെ വന്നാൽ ലാലുജിയെ അധിക്ഷേപിക്കുന്നവൻ അവൻ വൈകുന്നേരം ഇരിക്കും. അവൻ അവനോടൊപ്പം ചിരിക്കും.
അവൻ അവനെ ബഹുമാനിക്കും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കരിഷ്മ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെക്കുറിച്ചും നിങ്ങളുടെ ആദ്യകാലങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ വികാരാധീനനാകും. നിങ്ങൾ വികാരാധീനനാകും. ചെയ്യൂ, ഞാൻ ചെയ്യുന്നു. കാരണം അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അച്ഛൻ പറഞ്ഞ വലിയ വാക്ക് അവൻ എന്നോട് ഒരിക്കലും എതിർത്തിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അദ്ദേഹം എന്നോട് പറയുന്നു, ഞാൻ അത് മറ്റൊരു വഴിക്ക് എടുക്കുകയാണ്. അദ്ദേഹം എനിക്ക് വളരെ വലിയ ഉത്തരവാദിത്തമാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയം കൂടുതൽ ജാതീയമായിരുന്നു. അതിൽ എത്രത്തോളം ഇപ്പോഴും നിലവിലുണ്ട്, അല്ലെങ്കിൽ അത് ഏതാണ്ട് അപ്രത്യക്ഷമായോ? അത് പലതും മാറ്റിമറിച്ചു. നോക്കൂ, ഒരിക്കൽ സാമൂഹ്യനീതി ആവശ്യമായിരുന്ന കാലം, മണ്ഡല കമണ്ഡലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ഈ യുഗം വ്യത്യസ്തമാണ്. ഇപ്പോൾ 90കളുടെ യുഗം, അത് 2024. വളരെ കാലമായി. അതിനാൽ ഇപ്പോൾ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ജീവിതശൈലി വ്യത്യസ്തമാണ്. നേരത്തെ കുറഞ്ഞ പണത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ഇപ്പോൾ അത് ചെലവേറിയതായി മാറി. ഇക്കാലത്ത് അത് ഒരു ഏകാധിപത്യമാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ബാങ്കുകൾ പിടിച്ചെടുക്കുകയും മരവിപ്പിക്കുകയും ചെയ്യുന്നു. ആരായാലും മുഖ്യമന്ത്രിയെ പോലും ജയിലിലേക്ക് അയക്കുന്നു. അതിനാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുക, എല്ലാവരോടും ബഹുമാനം ഉറപ്പാക്കുക, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക, അങ്ങനെ വിവേചനം ഉണ്ടാകരുത്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ഏകാധിപത്യ ഭരണം വന്നിരിക്കുന്നു. അതിനാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് മോശം തോന്നിയിരിക്കണം. കാരണം കാര്യങ്ങൾ മാറുകയാണ്. എന്നാൽ ഇപ്പോൾ ആരും വായ തുറക്കുന്നില്ല. ആരും പോരാടാൻ തയ്യാറല്ല. മുമ്പ് ആളുകൾ അവരുടെ അവകാശങ്ങൾക്കായി പോരാടുമായിരുന്നു. ഈ ദിവസങ്ങളിൽ എല്ലാവരുടെയും വായടച്ചിരിക്കുന്നു. ബീഹാറിലെ BJPക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് 400 സീറ്റ് തരൂ, ഞങ്ങൾക്ക് കനത്ത ഭൂരിപക്ഷം വേണം. എന്തിനു വേണ്ടി? ഭരണഘടന മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് തുറന്നു പറയുന്നു. ആ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതിനാൽ അതാണ് വ്യത്യാസം. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പുകൾ 4 സീറ്റുകൾ, 6 സീറ്റുകൾ, 5 സീറ്റുകൾ എന്നിങ്ങനെ ചെറിയ പോക്കറ്റുകളിലാക്കുക. അതാണോ താങ്കളെപ്പോലെ കേഡറധികമില്ലാത്ത പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത്? അല്ലാത്ത പക്ഷം ഇത് യഥാർത്ഥത്തിൽ BJPക്ക് ഗുണം ചെയ്യുമെന്ന് ആളുകൾ പറയുന്നു. കാരണം അവർക്ക് അവരുടെ നേതാക്കളിൽ പറക്കാൻ കഴിയും, അവരെ പുറത്താക്കാം. ഇത് നിങ്ങളെ സഹായിക്കുമോ അതോ നിങ്ങളെ വേദനിപ്പിക്കുമോ? നോക്കൂ, ഇത് ഞങ്ങൾക്ക് വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടിക്ക്. BJP അവർക്ക് വിഭവങ്ങളുണ്ട്. പ്രധാനമന്ത്രിക്ക് നമ്മുടെ സംസ്ഥാനത്ത് പ്രചാരണത്തിന് കൂടുതൽ അവസരങ്ങളും. നമ്മുടെ സംസ്ഥാനം എന്നും BJPക്ക് വെല്ലുവിളിയാണ്. 10 വർഷത്തിനു ശേഷവും JDUവിനൊപ്പം ഭരണം നടത്തിയിട്ടും BJPക്ക് ഒറ്റയ്ക്ക് പോരാടാനാവില്ല. അവർക്ക് ശക്തിയില്ല, ഒറ്റയ്ക്ക് പോരാടാനുള്ള ധൈര്യവുമില്ല. അതുകൊണ്ടാണ് ഘട്ടങ്ങൾ. എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ട്, എല്ലാ 7 ഘട്ടങ്ങളും. അതും കുറച്ചുകൂടി വെല്ലുവിളിയായി മാറുന്നു. കാരണം അത്രയധികം വിഭവങ്ങൾ നമുക്കില്ല. അവർക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾ പേരിടുക, അവർക്ക് അത് ലഭിക്കും. അവർ അത് ചെയ്യും. അവസാനമായി വളരെ വളരെ നന്ദി. നിങ്ങൾ നന്നായി കാണപ്പെടുന്നു. കഴിഞ്ഞ 5-7 വർഷത്തേക്കാൾ മികച്ചതാണ്. അതിനാൽ ഇത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം, എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സന്ദേശം. രാജ്യത്തെ രക്ഷിക്കാൻ BJPയെ ഇല്ലാതാക്കുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണ്. രാജ്യത്തെ രക്ഷിക്കാൻ BJPയെ നീക്കം ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നന്ദി.